ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്രാംസ് കിച്ചൻ. നമ്മളിന്ന് ചെയ്യാൻ പോണത് മഷ്റൂം കറിയാണ്. അതിന് ഞാനിവിടെ യൂസ് ചെയ്യണത് ഓയിസ്റ്റർ മഷ്റൂമാണ്. 2 സവാള, 1 തക്കാളി, 3 പച്ചമുളക് വേണം. പിന്നെ മസാലയായിട്ട് ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ബേ ലീവ്സ് വേണം. പിന്നെ തക്കോലം ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ വേണം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. കുറച്ച് മല്ലിയില വേണം. കറിവേപ്പില വേണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. പട്ട, ഏലക്ക, ബേ ലീവ്സ്, ഗ്രാമ്പൂ, തക്കോലം. കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ് ചേർത്തത്. അത് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അണിയൻസ് ഇങ്ങനെ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അണിയൻസ് വഴറ്റുമ്പോൾ തന്നെ ഞാൻ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കും. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തു. എന്നിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാണ്. തക്കാളി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് നമ്മൾ. ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചു. അതിനുശേഷം തുറന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ദാ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂംസ് ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂംസ് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ മഷ്റൂമിൽ നിന്നുള്ള വെള്ളം നല്ലോണം ഇറങ്ങും കുറച്ച് നേരം കഴിയുമ്പോൾ. ഇതാ കണ്ടോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി. അപ്പോഴേക്കും വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളം വറ്റണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തുറന്ന് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇനി കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ദാ വെള്ളമൊക്കെ വറ്റി ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അടച്ചു വെക്കുകയാണ് കുറച്ച് നേരം. ഇനി സെർവ് ചെയ്യണ ടൈമിലേ ഞാനിത് എടുക്കുകയുള്ളൂ. നമ്മുടെ മഷ്റൂം മസാല റെഡി. ഞാനിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.